ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 12 ശ്ലോകം 3. സ്വയംഭൂമനുവിൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കണു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ധ്യാനം കൊണ്ട് മനസ്സിൽ തെളിഞ്ഞു കണ്ട ഭഗവാനോട് ബ്രഹ്മാവ് മനസ്സാ തൻ്റെ ദുഃഖം ഉണർത്തിക്കുകയാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ വരാഹാവതാരം. അഹാവിഭോ ജലമഹം ന്യപിബം പുരസ്താത് അധ്യാഭിമജ്ജതി മഹീകിമഹം കരോമി ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യദോസ്യ നാസാപുടാൻ സമഭവശ്ശിശുകോലരൂപേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആഹാ വിഭോ ജലം അഹം ന്യപിബം പുരസ്താത് അദ്യാപി മജ്ജതി മഹി കിം അഹം കരോമി ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യതഃ ഹസ്യ നാസാപുടാത് സമഭവ ശിശുകോലരൂപി. വിഭോ ഭഗവാനെ, ഹാഹാ കഷ്ടം കഷ്ടം. അഹം പുരസ്താത് ജലം ന്യപിബം ഞാൻ ആദ്യമേ കാരണജലം പാനം ചെയ്തു തീർത്തു. അദ്യപി മഹീമജ്ജതി ഇപ്പോഴും ഭൂമി വെള്ളത്തിലാഴുന്നു. അഹം കിം കരോമി ഞാൻ എന്തു ചെയ്യട്ടെ. ഇത്തം ഇപ്രകാരം ത്വദംഘ്രിയുഗളം ശരണം യതഃ അസ്യ ഇപ്രകാരം അവിടുത്തെ ഇരു ചേവടികളും ശരണം പ്രാപിക്കുന്ന ഈ ബ്രഹ്മാവിൻ്റെ നാസാപുടാത് നാസികാദ്വാരത്തിൽ നിന്ന് ശിശുകോലരൂപി സമഭവ ഒരു പന്നിക്കുഞ്ഞിൻ്റെ ആകൃതിയോടെ നിന്ദ്രവടി അവതരിച്ചു. ക്രിയാകേവലമുത്തരം എന്ന രീതിയിൽ ഭഗവാൻ ലോകരക്ഷാർത്ഥം അത്യത്ഭുതമായ അവതാരം സ്വീകരിച്ചിരിക്കുകയാണ്. അഹാവിഭോ ജലമഹം ന്യപിബം പുരസ്താത് അദ്യാഭിമജ്ജതി മഹീകിമഹം കരോമി ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യദോസ്യ നാസാപുടാ സമഭവ ശിശുകോലരൂപി. ഭഗവാനെ, കഷ്ടം കഷ്ടം. ഞാൻ ആദ്യമേ കാരണജലം പാനം ചെയ്തു തീർത്തു. ഇപ്പോഴും ഭൂമി വെള്ളത്തിലാഴുന്നു. ഞാനിനി എന്തു ചെയ്യട്ടെ. ഇപ്രകാരം അവിടുത്തെ ഇരു ചേവടികളും ശരണം പ്രാപിക്കുന്ന ഈ ബ്രഹ്മാവിൻ്റെ നാസികാദ്വാരത്തിൽ നിന്ന് ഒരു പന്നിക്കുഞ്ഞിൻ്റെ ആകൃതിയോടെ നിന്ദ്രവടി അവതരിച്ചു. അഹാവിഭോ ജലമഹം ന്യപിബം പുരസ്താത് അദ്യാഭിമജ്ജതി മഹീകിമഹം കരോമി ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യദോസ്യ നാസാപുടാൻ സമഭവ ശിശുകോലരൂപി. ആഹാവിഭോ ജലമഹം ന്യപിബം പുരസ്താത് അദ്യാഭിമജ്ജതി മഹീകിമഹം കരോമി ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യദോസ്യ നാസാപുടാൻ സമഭവ ശിശുകോലരൂപി. ആഹാവിഭോ ജലമഹം ന്യപിബം പുരസ്താത് അദ്യാഭിമജ്ജതി മഹീകിമഹം കരോമി ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യദോസ്യ നാസാപുടാൻ സമഭവ ശിശുകോലരൂപി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.